ദൈവത്തിൻ്റെ കൃപയ്ക്കുമേൽ കൃപ. അതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ കൃപയെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒന്ന് വായിച്ചേ. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേര് നിന്നെ എത്രയോ ചുമക്കുന്നു എന്ന് ഓർക്കുക. മുന്നോട്ട് വായിച്ചോ. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിനകത്ത് വ്യക്തമായി പറയുന്നൊരു കാര്യം, ജാതികളെ നോക്കി പറയുകയാണ്. നമ്മളെല്ലാം ജാതികളാണ്. നമ്മൾ ഇസ്രായേലിൽ ജനിച്ച് വളർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിൻഗാമികളാണെന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഇതര രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യൻസ് പൊട്ടക്കിണറ്റ് വീണ പിന്നെ തവളെ പോലെയാണ്. അവർ പറയുന്ന അപ്പൂപ്പൻ അല്ലെങ്കിൽ 100 വർഷം 200 വർഷം 1000 വർഷം ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് നെളിയുമ്പോൾ നിങ്ങൾ ഓർക്കുക, സ്വന്തം ജനമായ യഹൂദ ജനം ഇന്നും മശിഹയെ സ്വീകരിക്കാത്തത് കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ദാനമാണ് ഈ വിശ്വാസം. നമ്മൾ തള്ളിക്കളഞ്ഞ കാട്ടൊലിവുകളാണ്. പക്ഷേ അവർ സ്വന്തം ജനം കർത്താവിനെ തള്ളിപ്പറഞ്ഞ് വിശ്വസിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് 2000 വർഷമായിട്ട് മശിഹ വരുന്നതിന് വേണ്ടി ഇപ്പോഴും അവർ കാത്തിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഇപ്പോഴും മശിഹയ്ക്ക് വേണ്ടി ആര് കാത്തിരിക്കുക? യഹൂദന്മാർ. സ്വന്തം ജനം വന്നതറിഞ്ഞില്ല. അവർ ഗാഢനിദ്രയിലാണ് ഇപ്പോഴും. വചനം പറയുന്നു അവർ ഗാഢനിദ്രയിലാണെന്ന്. പക്ഷെ നീ അറിയുന്നു, നിനക്ക് അറിവ് കിട്ടി. എങ്ങനെ അറിഞ്ഞു? നീയും ഇന്നും ഇതിനകത്തിരുന്ന് ഉറങ്ങുന്നവനാണല്ലോ, എന്നിട്ടും നീ അറിഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ ഒരു കൃപയല്ലേ അത്. സ്വന്തം ജനം അറിഞ്ഞില്ല. സ്വന്തം ജനം ഇപ്പോഴും മശിഹയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് നിലവിളിയും അവിടെ തലയിട്ടിടിയുമാണ്. അവിടെ യെരൂശലേം ദേവാലയത്തിൻ്റെ മതിലുകളിൽ ചെന്ന് സ്വന്തം തലയിട്ട് മുട്ടിക്കൊണ്ടിരിക്കുക അവർ മശിഹയ്ക്ക് വേണ്ടി. ഓർക്കണം. അപ്പോൾ ഈ കുഗ്രാമത്തിനകത്ത്, അതും ഇന്ത്യയിലെ കേരളത്തിൽ തിരുവനന്തപുരമുള്ള പ്രാകൃതമായ ഒരു നമുക്ക് വലിയ സംഭവമാണെങ്കിലും ഇവിടുന്ന് വിട്ടുപോയാൽ നമ്മൾ ഞെട്ടും. ഇത്രയും കുഗ്രാമത്തിലാണ് നമ്മൾ കിടന്നത്. ഇത്രയും ഈ ട്രാൻസ്പോർട്ട് ബസ്സും ഇവിടുത്തെ കാളവണ്ടി പോലത്തെ ഫ്ലൈറ്റും ഇതിനകത്താണല്ലോ എന്ന് വിദേശത്ത് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. അത്രയും അപരിഷ്കൃതമായ 50 വർഷത്തിന് പുറകിൽ നിൽക്കുന്ന ഈ രാജ്യത്തിനകത്ത് ജനിച്ച നിന്നെ സ്വന്തം വീട്ടുകാർക്കും അടുത്തുള്ളവന് പോലും നിന്റെ പേര് പറഞ്ഞുകൂടെ, നിന്നെ അറിഞ്ഞുകൂടെ. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ അറിയാം. പ്രൈസ് ദി ലോർഡ്. നിന്നെ തിരഞ്ഞെടുത്ത നീ 2 കാലിൽ നിന്ന് കിടന്ന് അഭ്യാസം കാണിക്കാതെ താണ് ദൈവസന്നിധി ഇരുന്ന് കിട്ടിയ കൃപയ്ക്ക് ഓർത്ത് യോഗ്യതയില്ലാത്ത എന്നെ ദൈവം തിരഞ്ഞെടുത്തല്ലോ എന്ന് പറഞ്ഞ് നിഗളിച്ചു പോകാതെ നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നീയും നിൽക്കും, അല്ലെങ്കിൽ നിന്നെയും വെട്ടി ദൂരെ കളയുമെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇവിടെ റോമർക്കെഴുതിയ പുതിയ നിയമത്തിനകത്ത് ലേഖനത്തിനകത്ത് പൗലോസ് എഴുതി വച്ചിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ദൃഷ്ടാന്തമാണ്. എടാ, സ്വന്തം ജനത്തെ വെട്ടിക്കളഞ്ഞിട്ട് നിന്നെ ചേർത്തെങ്കിൽ അത് കൃപയാണ്. ആ കൃപയെ ഒന്ന് മനസ്സിലാക്കാൻ നീ ഞെളിയാതെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ദൈവത്തെ ഭയപ്പെട്, കിട്ടിയ രക്ഷയിൽ സന്തോഷിക്ക്. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ കൃപയുടെ ആഴം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും എഫേസ്യർക്കെഴുതിയ ലേഖനങ്ങളുടെ റാണിക്കകത്ത് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, വീതി, നീളം, ഉയരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറേ നാൾ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്ന കൃപയിലാണ്. ദൈവത്തിൻ്റെ കൃപയെ ലഭിക്കാതിരുന്നെങ്കിൽ നമ്മൾ ജാതികളായി ഒന്നും അറിയാത്ത അന്ധതമസിനകത്തും കൂരിരുട്ടിനകത്തും
വെട്ടും കുത്തും കൊലപാതകവുമായി അപരാധവും പറഞ്ഞ് നശിച്ച് നാരായ വേര് പിടിച്ച് കിടക്കേണ്ട നമ്മളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നക്ഷത്രങ്ങളുടെ അണ്ടറിൽ ജീവിക്കേണ്ട നമ്മളെ, നേർച്ച കാഴ്ചകളും വിഗ്രഹങ്ങളെ ആരാധിച്ച് നടക്കേണ്ട നമ്മെ സ്വർഗത്തിലെ ദൈവം കൃപയാൽ ഹല്ലേലൂയ രക്ഷിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇടതും വലതും അറിഞ്ഞുകൂടാതെ ഹല്ലേലൂയ ജാതികളെ പോലെ ജീവിച്ച നമ്മളോട് ദൈവത്തിന് കൃപ തോന്നി നിന്നെ ഇതിനകത്ത് കയറ്റി നിർത്തിയിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയാണ്, നീ ജാതികളെ പോലെ തന്നെ ജീവിക്കാതെ നീ തിരിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ചാൽ ആ കൃപയുടെ മേൽ കൃപ നീ അനുഭവിക്കാൻ നിന്റെ തലമുറ അനുഭവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവകൃപയിലും പുതിയ നിയമത്തിൻ്റെ യേശുക്രിസ്തു നമ്മളോട് കാണിച്ച ദൈവകൃപയുടെ ആഴം മനസ്സിലാക്കാൻ പഴയ നിയമത്തിൽ ഒരു അനുഭവമുണ്ട്. അത് നമുക്കൊന്ന് മനസ്സിലാക്കി തിരിച്ചു വരാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 2 ശമൂവേൽ അതിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇത് വായിക്കാം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തനായിട്ട് യോനാഥാന്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചതിന് ലോദേബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. എല്ലാവരും അടുത്തിരിക്കുന്നവരുടെ സ്റ്റാറ്റസ് മാറ്റുന്ന അഭിഷേകം, ഐഡന്റിറ്റി മാറ്റുന്ന ഒരു അഭിഷേകം. നിന്നെ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് നമ്മുടെ കുടുംബത്തിൽ മുഴുവൻ നോക്കിയപ്പോൾ നിന്നെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരുണയും കൃപയും ദയയും കാണിക്കാൻ നിന്റെ ഫാമിലിയിൽ, പ്രൈസ് ദി ലോർഡ്, ആരെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കിയപ്പോൾ നിന്റെ ഫാമിലി നീ മാത്രമല്ലല്ലോ. അപ്പൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്നത് തന്നെ ഒരു 2000 പേര് കാണത്തില്ലേ? അല്ലേ? ഒരു കല്യാണത്തിന് വരുമ്പോഴല്ലേ 1000, 1500, 2000 പേര് വരെയൊക്കെ ഉള്ള ഫാമിലി. പക്ഷെ അതിനപ്പുറം ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ലൈവായിട്ട് കൂടുതൽ കണക്ഷൻ ഉള്ളവർ വന്നാൽ പോലും ഒരു കല്യാണത്തിന് വന്ന 1500, 2000 പേര് കാണൂലേ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമുക്ക് ലൈവായിട്ട് നമ്മളുമായിട്ട് കണക്ഷനുള്ള, പരിചയമുള്ള, ബന്ധമുള്ള ബന്ധുക്കൾ പോലും 1500, 2000 പേര് കിടക്കുമ്പോൾ അവരാരോടും കാണിക്കാത്തൊരു കരുണയും ദയയും നിന്നോട് കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് ആർക്കും കിട്ടാത്ത കൃപ നിന്നോട് കാണിച്ചു. അതാ ഇവിടെ ദാവീദ് രാജാവായി ഇരുന്ന ഉടനെ, പിന്നെ അല്ല നമ്മളാണെങ്കിൽ പറഞ്ഞതിൻ്റെ ഒരു 20 വർഷം വായും തുറന്ന് വാഗ്ദത്വം പേറി അഭിഷേകം പ്രാപിച്ച് ദൂത് കേട്ട് പിന്നെ 10-20 വർഷം ഈ ദൂത് കിട്ടാൻ വേണ്ടി നെട്ടോട്ടമോടി ആലഞ്ഞ് തിരിഞ്ഞ് നടന്ന ദാവീദ് കയറിയിരുന്ന ഉടനെ, എടാ യോനാഥൻ എന്ന് പറയുന്നവൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എനിക്ക് കൃപ കാണിക്കാനെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതാണ് ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞത്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. നമ്മളാണെങ്കിൽ എന്തു പറയും? കയറി ഒന്ന് ഇരിക്കട്ടെ, ഒന്ന് സെറ്റിലാകട്ടെ, 1 മാസം കഴിയട്ടെ, 2 മാസം കഴിയട്ടെ, 1 വർഷം കഴിയട്ടെ, എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കഷ്ടകാലത്തിൽ സഹായിച്ചവനെയൊക്കെ ഓർക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് പിടിഗിരി എന്ന് പറയും. എന്താണ് ഒന്ന് പറഞ്ഞ പിടിഗിരി? അതായത് നമ്മൾ പട്ടിക്ക് കൊടുക്കുന്ന ഫുഡല്ല, അതിനെയും പിടിഗിരി എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ കടയിൽ ചെല്ലുമ്പോൾ പിടിഗിരി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നായ്ക്ക് കൊടുക്കുന്ന ഒരു ഫുഡിൻ്റെ പേരും പിടിഗിരി എന്ന്. ഇത് പക്ഷേ ഈ പിടിഗിരി നിങ്ങൾ ചെന്ന് അടിച്ചു നോക്കിയപ്പോൾ ആഢ്യത്വം എന്ന് പറയും. എന്തെന്ന്? ആഢ്യത്വം എന്ന് പറഞ്ഞാട്ടെ, പറയാൻ ഒരല്പം ആഢ്യത്വം പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്? ആഢ്യത്വം. ധീ എന്ന് പറയുന്നതിന് ഒരല്പം പവർ വേണം. എന്താണ്? ആഢ്യത്വം. പറഞ്ഞിട്ട് എല്ലാവരും അടുത്തൊരു കാര്യം കൊടുത്ത് ആഢ്യത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ഈ ആഢ്യത്വം എന്ന് പറഞ്ഞാൽ? എന്താണ് അതിൻ്റെ അർത്ഥം? ആഢ്യത്വം എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള ഹൃദയമുള്ളവരും
നല്ല സ്റ്റാൻഡേർഡ് ലൈഫുള്ളവരും പേഴ്സണാലിറ്റി ഉള്ളവർ, മാനേഴ്സ് ഉള്ളവർ, ആ ഒരു എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈലുണ്ട്, പേഴ്സണാലിറ്റികളുണ്ട്. അവർ ഒന്നാമത്തെ കാര്യം അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ലൈഫായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ പഠിച്ചത് കൊണ്ട് കിട്ടണമെന്നില്ല, PhD എടുത്തുകൊണ്ട് കിട്ടത്തില്ല, ഡിഗ്രി എടുത്തുകൊണ്ട് കിട്ടണമെന്നില്ല, ഓഫീസറായിരുന്നത് കൊണ്ട് കിട്ടണമെന്നില്ല, ജോലി കിട്ടുന്നത് കൊണ്ട് കിട്ടണമെന്നില്ല. ഇതാണ് ജീനിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ അകത്തുള്ള ജീനിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആഠ്യത്വമൊക്കെ വരുന്ന അങ്ങനെ, അത് ഓട്ടോമാറ്റിക് ഒന്നും നമ്മൾ പഠിച്ചത് കൊണ്ടോ അതല്ല, ഒരു ജീനിൻ്റെ പ്രത്യേകതയാണ്. ദാവീദിൻ്റെ ജീനിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവൻ യഹൂദനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ തലമുറയെ നോക്കുമ്പോൾ നമുക്ക് ജൂത്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിനോട് ചേർന്ന് നിന്ന, ദൈവത്തെ സ്തുതിച്ച, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള നവോമിയോട് ചേർന്ന് ഞാനും നിൻ്റെ കൂടെ വരുന്നു. നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ദേശം എൻ്റെ ദേശം, നിൻ്റെ ജനം എൻ്റെ ജനമെന്ന് പറഞ്ഞ് മോവാബിൽ വെച്ച് വേണമെങ്കിൽ ടാറ്റ പറഞ്ഞ് പിരിയാമായിരുന്ന രൂത്തിന് വെളിപ്പാട് കിട്ടിയിട്ട് ആഢ്യത്വമുള്ള അഭിഷേകമുള്ള യഹൂദ സ്ത്രീയുടെ ചേർന്നിട്ട് 10ാം തലമുറ വരെ യഹോവയുടെ സന്നിധിയിൽ വരാൻ ഏതൊരു യോഗ്യതകളും ഇല്ലാത്ത ഇവൾക്ക് ഒരു ഹൃദയത്തിനകത്ത് ഒരു വെളിപ്പാട് കിട്ടി. ഞാൻ ഈ മോവാബിയ സ്ത്രീ ആയിട്ട് ഇതിനകത്ത് കിടന്നാൽ ജീവിതകാലത്ത് യഹൂദ പാരമ്പര്യത്തിൽ എന്നെ കയറ്റാൻ അനുവദിക്കത്തില്ല, അതിനുള്ള പ്രമാണമില്ല. പക്ഷെ ഈ സ്ത്രീയെ വിടാതെ പിന്തുടർന്നാൽ എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കാരണം ഇവളിലൊരു അഭിഷേകമുണ്ട്, ഇവളിലൊരു വെളിപ്പാടുണ്ട്. ഇവളുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഇവൾ പോകാൻ പോകുന്നത് അപ്പത്തിന്റെ ഭവനത്തിലാണ്, ബെത്ലഹേമിലോട്ടാണ്. അവിടെ ഒരു വാഗ്ദത്തമുള്ള ഒരു ദൈവമുണ്ട്. അവൻ മഹാഭയങ്കരനാണ്, അവൻ ഭീകരനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കടാക്ഷം ലഭിച്ചാൽ അടുത്തൊരു തലമുറ എനിക്കുണ്ടാകുന്നത് ഒരു സാധാരണ തലമുറയല്ല, അതൊരു വാഗ്ദത്ത സന്തതിയായിരിക്കും. വാഗ്ദത്തമുള്ള ഈ നവോമിയോട് കൈകൊടുത്തിട്ട് അവൾ പറയുകയാണ്, നിന്റെ ദേശം എൻ്റെ ദേശം, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും മരുമക്കൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ ഹല്ലേലൂയ, വെളിപ്പാടുള്ള തലമുറകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. കാരണം നോക്കുമ്പോൾ അവിടെ വേണം, ഒരിക്കലും ഈ നവോമിയെ കൂടെ വരേണ്ടതല്ല. കാരണം നവോമിയുടെ ഭർത്താവ് മരിച്ചു, 2 മക്കൾ മരിച്ചു. തെരഞ്ഞെടുപ്പ് തെറ്റായിപ്പോയി. തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം കൊണ്ട് മരണം സംഭവിച്ചു. തെറ്റായ ഒരു ക്ഷാമം ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ചാടി മോവാബിലോട്ട് കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് മരണം സംഭവിച്ചു. പക്ഷേ അകത്ത് വാഗ്ദത്തമുണ്ട്. തിരിച്ചു വരാൻ ഒരു വെളിപ്പാടുണ്ടായി നവോമിക്ക്. പ്രൈസ് ദി ലോർഡ്. അവൾക്ക് മനസ്സിലായി തെറ്റായ തീരുമാനമാണ് എടുത്തത്. ചെറിയൊരു ക്ഷാമത്തിന്റെ സൈന് കണ്ടപ്പോഴേ അടുത്ത വണ്ടി പിടിച്ച് പോയതോ മോവാബിൽ. 10ാം തലമുറ വരെ അപ്പന്റെ കൂടെ മക്കൾ ശയിച്ചുണ്ടായ തലമുറയാണ് അമ്മോന്യരും മോവാബിയരും. പ്രൈസ്. ലോത്തിന്റെ മക്കളിൽ ഉണ്ടായതാണ് അവർ രണ്ടുപേരും, ഈ 2 കൂട്ടർ. ഹിസ്റ്ററിയൊക്കെ ഭയങ്കര ഹിസ്റ്ററികളാണ്. ലോത്തെന്ന് പറയുന്ന ആര്? അബ്രഹാമിൻ്റെ നിന്ന് വിട്ടുപിരിഞ്ഞ് ടാറ്റ പറഞ്ഞ് ഓടിയവൻ, ശാപം പിടിച്ചവൻ. അവൻ്റെ ഭാര്യ ആരാ? ഉപ്പുതോണായവള്. അവൻ്റെ മക്കൾ ആരാ? 2 സ്വന്തം അപ്പൻ്റെ കൂടെ ജീവിച്ചവര്. പ്രൈസ് ദി ലോർഡ്. അവരിലുണ്ടായതാണ് മോവാബിയര്, അവരിലുണ്ടായതാണ് അമ്മോന്യര്. ഈ 2 കൂട്ടരും ശപിക്കപ്പെട്ട കുടുംബങ്ങളാണ്, രാജ്യങ്ങളാണ്. 2 രാജ്യമായെങ്കിലും 2 ശാപം പിടിച്ചതാ. ഇവർക്ക് ഒരിക്കലും ദിവസം വരാൻ പറ്റത്തില്ല. പക്ഷെ നവോമിയെ കണ്ടപ്പോൾ രൂത്തിന് മനസ്സിലായി, ഇത് വേറെ ലെവൽ അനോയിന്റിങ് അകത്തുള്ള സാധനമാണ്. ഹല്ലേലൂയ. കേറി അങ്ങ് പറ്റിപ്പിടിച്ചപ്പോൾ ഓർപ്പ എന്ന മറ്റേ 2ാമത്തെ മരുമോൾ പറയുകയാണ്, ഞാൻ പോകുന്നു. ഹല്ലേലൂയ. അവള് ടാറ്റ പറഞ്ഞ് പോയ വഴിക്ക് മല്ലന്മാർ അവളെ പിടിച്ചോണ്ട് പോയി. ഫലസ്തീയ മല്ലന്മാർ വന്ന് ഇവളെ പിടിച്ചോണ്ട് പോയി ഭാര്യയാക്കി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇപ്പോൾ ചരിത്രം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രൂത്തെടുത്ത തീരുമാനത്തില് വന്ന് ബോവസിന്റെ ഭാര്യയായി, പിന്നീട് അങ്ങോട്ട് തലമുറകൾ റിലീസായി. അവസാനം ആ രൂത്തിന്റെ തലമുറയിൽപ്പെട്ട ദാവീദ് ആത്മനിറവുള്ളവൻ, അഭിഷിക്തനുമായി, രാജകീയ അഭിഷേകമുള്ളവനായി യുദ്ധകളത്തിൽ വന്നപ്പോൾ ഓർപ്പ തെരഞ്ഞെടുത്ത മല്ലന്മാരിൽ നിന്നുണ്ടായ ഗോലിയാത്തും തിരിച്ചു വന്നിരിക്കുകയാണ്. 2 തലമുറ യുദ്ധത്തിന് നിൽക്കുകയാണ്. ഒന്ന് ഗോലിയാത്ത്, ഒന്ന് ദാവീദ്. ദാവീദ് ആരുടെ വംശം?
രൂത്തിന്റെ വംശം. ഗോലിയാത്ത് ആരുടെ വംശം? ഓർപ്പയുടെ. അടുത്തിന് പറഞ്ഞ തെരഞ്ഞെടുക്കാൻ ഒരു നല്ല സമയം ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നീ അനുഭവിക്കത്തില്ല, നിന്റെ തലമുറ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുതരാം, അത് ഹിസ്റ്ററിയാണ്, ഹിസ്റ്ററി. നീ ഒരിക്കലും നിന്റെ ജീവകാലത്തെ അനുഭവിക്കണമെന്നില്ല, പക്ഷെ നിന്റെ തലമുറ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഇന്നത്തെ സ്തുതി നിന്റെ തലമുറ അനുഭവിക്കും. ഇന്ന് നിന്റെ ആരാധന വല്യമ്മച്ചി, ഹല്ലേലൂയ, സ്തോത്രം, ലേയ ചാടി എഴുന്നേറ്റ് ഓരോ തലമുറ ഉണ്ടായപ്പോ സ്തുതിച്ചു. ആ സ്തുതിയാണ് വല്യമ്മച്ചിയുടെ സ്തുതിയുടെ സ്വഭാവം ദാവീദിന് കിട്ടി. നിന്റെ ആരാധനയുടെ സ്വഭാവം, നിന്റെ കയ്യടിയുടെ സ്വഭാവം, നിന്റെ ദൈവസന്നിധിയിലുള്ള താഴ്മയുടെ സ്വഭാവം, നീ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ സ്വഭാവം, നീ ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും അഭിഷിക്തന്മാരോടും കാണിക്കുന്ന ആ നല്ല സ്വഭാവം നിന്റെ തലമുറയ്ക്ക് ലഭിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വല്യമ്മച്ചയുടെ ആരാധന കൊച്ചുമകന് കിട്ടിയെങ്കിൽ, വല്യമ്മച്ചയുടെ സ്തുതി, സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആരാധനകൾ കൊച്ചുമകൻ ദാവീദ് ആരാധിക്കുമ്പോൾ നീ ചിന്തിക്കരുത്, അല്ല, അവൻ പഠിച്ചിട്ടല്ല, അവന്റെ ജീനിനകത്തതുണ്ട്. അവന്റെ ജീനിനകത്തതുണ്ട്. കാരണം ഒരു വല്യമ്മച്ചി സ്തുതിച്ചുകൊണ്ട് ഇവനെ റിലീസ് ചെയ്തത്. ഇന്ന് പകല് നീ ചെയ്യുന്ന ഓരോന്നും ഇൻവെസ്റ്റ്മെന്റുകളാ. ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, നീ ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവനും നിനക്ക് ബൂമറാങ് പോലെ നിന്റെ ലൈഫിലോട്ട്, നിന്റെ തലമുറയുടെ ലൈഫിലോട്ട് തിരിച്ചു വന്നിരിക്കും. കാരണം നീ ദൈവരാജ്യത്തിനോടാ നിൽക്കുന്നത്. ദൈവരാജ്യത്തിനകത്താ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യത്തിനകത്ത് ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ട് തിരിച്ചു വരുമെങ്കിൽ ഹൈന്ദവ മതത്തിനകത്ത് കർമ്മ എന്ന് പറയും. കർമ്മ എല്ലാത്തിനും ഒരുപോലെ ചെയ്യുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം കർമ്മ ഫലം എന്ന് പറയും. അതായത് നമ്മുടെ കർമ്മത്തിന്റെ ഫലം തിരിച്ചു വരും എന്നതുപോലെ ദൈവരാജ്യത്തിനകത്ത് നീ കൊടുക്കുന്ന ആരാധന, പാട്ട്, പ്രാർത്ഥന, വിശ്വസ്തത, സ്തോത്രക്കാഴ്ചകൾ സകലതും നിന്റെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന, അത് ഓർത്തു വെച്ച് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ 2733 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച സ്വർഗീയ ദൂതുകൾ ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നത് പത്രങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നീ കാണുമ്പോൾ നീ മനസ്സിലാക്കണം, നീ ഭയപ്പെടണം. ഒരു ജീവനുള്ള ദൈവം നിന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇതാ യുദ്ധക്കളത്തിന്റെ ഇരുവശത്തും നിൽക്കുന്നത് ഒരു അമ്മാവി അമ്മയ്ക്ക് 2 മരുമക്കൾ ഉണ്ടായിരുന്നതില് ഒരുത്തി തിരഞ്ഞെടുത്തതിന്റെ ഫലമായി ആ യേശുവിന്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ ഒരു ആയുധവും കൈവശമില്ലാത്തവർ യഹോവയുടെ നാമം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറുവശത്ത് ഹല്ലേലൂയ 40 ദിവസം കൊണ്ട് 7-8 അടി പൊക്കമുള്ളവൻ, അവന് പറയാൻ പാരമ്പര്യങ്ങളുണ്ട്, എക്സ്പീരിയൻസുകളുണ്ട്, അവന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്. പക്ഷേ അവൻ അറിയത്തില്ല ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന ദാവീദ് അവന്റെ വലിപ്പം കൊണ്ടല്ല, അവന്റെ ദൈവത്തിന്റെ വലിപ്പത്തിന്റെ ശക്തിയിൽ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, നിന്റെ മുമ്പിൽ നിന്ന് നിൽക്കുന്ന ശത്രുവിന്റെ വലിപ്പം കണ്ട് നീ ഭയപ്പെടരുത്. അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ ആയുധങ്ങൾ കാണാം. അവൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രിമിനൽ ആയിരിക്കാം, അവൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, അവന് ബലമുണ്ടാകാം, അവന്റെ പുറകിൽ ആളുണ്ടാകാം, അവൻ ശക്തനായിരിക്കാം, അവനെ തൊടാൻ ആർക്കും പറ്റത്തില്ല, അവന്റെ ഹൃദയത്തിനകത്തൊരു നിഗളമുണ്ടാകാം. അതുകൊണ്ട് അവൻ ദാവീദിനെ നോക്കി പറയുക, നായെ ആക്രമിക്കാൻ വരുന്നത് പോലെ കയ്യിൽ ആയുധമില്ലാതെ നീ എന്റെ പുറകിൽ വരികയാണോ? പക്ഷേ ദാവീദ് പറയുക, എന്റെ കയ്യിൽ ആയുധം വേണ്ട, എന്റെ കൂടെ ഉള്ളവൻ നിന്നോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. എത്ര പേർ വിശ്വസിക്കുന്ന? കരങ്ങളെ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, കരങ്ങളെ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, കരങ്ങളെ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നിന്റെ കൂടെ ഉള്ളവൻ, നിന്റെ കൂടെ ഉള്ളവൻ സർവശക്തൻ, സർവവ്യാപി. ഹല്ലേലൂയ. ശരീരം കൊണ്ട് വലിപ്പമുണ്ടെങ്കിലും മന്ദബുദ്ധിയായ ഗോലിയാത്തെ, നിനക്കറിയാത്തൊരു വെളിപ്പാടുണ്ട്. നിന്റെ കയ്യിലും നിന്റെ കൂടെ ഉള്ളവരേക്കാൾ 1000 മടങ്ങ് ഒരു രാജ്യത്തെ, ലോക രാജ്യങ്ങളെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, സർവശക്തനും സർവവ്യാപിയുമായ ദൈവം ഇന്ന് പകൽ വെറും 3.5 അടി പൊക്കമുള്ള ദാവീദിന്റെ കൂടെ ഉണ്ട്.
ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, നിന്നോട് കൂടെ ഉള്ളവൻ സർവവ്യാപിയാണ്, ശക്തമാനാണ്. അവന് ആയുധങ്ങളുടെ ആവശ്യമില്ല. ഇന്ന് പകൽ സ്തുതി എന്ന ആയുധം, ആരാധന എന്ന ആയുധം, എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ കടഭാരമാണെങ്കിലും, എത്ര വലിയ വ്യാധിയാണെങ്കിലും, എത്ര വലിയ മത്സരിക്കുന്ന ജനമാണെങ്കിലും, എത്ര വലിയ ശത്രുവാണെങ്കിലും, ഇന്ന് പകൽ ദൈവത്തിന്റെ നാമത്തെ കയ്യിലെടുത്തവന്റെ മുമ്പിൽ ആത്മാവിൽ പറയുക, വെട്ടേറ്റ് നിലത്ത് വീണ് ഒരു കാലത്തും എഴുന്നേക്കാൻ പറ്റാതെ വണ്ണം ഇന്ന് പകൽ ചില ശത്രുവിന്റെ അധപതനം. ഓ, in the name of Jesus. Glory, 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 glory. The power of Holy Spirit. Yes. Yes. ദൈവത്തെ ആരാധിക്കുന്നവനാണ് നീയെങ്കിൽ, നീ ദൈവത്തിന്റെ നാമത്തെ അറിയുന്നവനാണെങ്കിൽ, ഈ നാമം ധരിച്ചിരിക്കുന്നവനാണെങ്കിൽ, ഈ ദൈവം നിന്നെ തിരഞ്ഞെടുത്തവനാണെങ്കിൽ, നിന്റെ മേൽ അഭിഷേകം ഒഴിക്കപ്പെട്ടവനാണെങ്കിൽ, നിന്നെ മനുഷ്യനല്ല ദൈവമാണ് തിരഞ്ഞെടുത്തവനാണെങ്കിൽ, നിന്റെ കൂടെ ആരിന്റെ ആവശ്യമില്ല. നിന്റെ കൂടെ ഉള്ളവൻ ശത്രുവിന്റെ കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. നീ മതിൽ ചാടിക്കടക്കും, നീ മതിൽ ചാടിക്കടക്കും, നീ മതിൽ ചാടിക്കടക്കും. ഈ മതിലുകൾ നീ ചാടോ, നീ മതിലുകൾ ചാടോ. ഈ മുന്തിരി വള്ളിയായി നീ മതിലിന്മേൽ പടർന്ന് കിടക്കും. നിന്റെ പാരമ്പര്യം നിന്നെ രക്ഷിക്കില്ല, നിന്റെ ബലം നിന്നെ രക്ഷിക്കില്ല, നിന്റെ എക്സ്പീരിയൻസുകൾ നിന്നെ രക്ഷിക്കില്ല, നിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ നിന്നെ രക്ഷിക്കില്ല, നിന്റെ കൂടെയുള്ളവരാരും നിന്നെ രക്ഷിക്കില്ല. നീ വീണാൽ നിന്റെ കൂടെയുള്ളവരെല്ലാം ഓടും. Hallelujah, Jesus. Glory, glory. Yes. Hallelujah. ദൈവമക്കളെ, നീ എടുക്കേണ്ടത് ആയുധങ്ങളല്ല, നീ എടുക്കേണ്ടത് സ്തുതി എന്ന മേലാടയാണ്. നിന്റെ ആധാരങ്ങളിൽ നിന്ന്, നിന്റെ വായിൽ നിന്ന് അത് പുറത്തു വരട്ടെ. സ്തുതിച്ചോ, നിന്റെ കരങ്ങൾ അടിച്ച് ആരാധിച്ചോ. നിന്നൊക്കെ ദൈവം തന്നിരിക്കും ഉപവാസവും പ്രാർത്ഥനയും അന്യഭാഷയും കയ്യടിയും സ്തുതിയും സ്തോത്രവുമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആയുധം അതാണ്. ദൈവത്തിന്റെ വിളിയുള്ളവന്റെ ആയുധം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തുതിയാണ്, സ്തോത്രമാണ്, ആരാധനയാണ്, പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ മുമ്പിൽ നിൽക്കുന്നവന്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ കാണും, അതിന് വലിപ്പങ്ങളും കാണും, അവന് എക്സ്പീരിയൻസുകളും കാണും. അവന്റെ കൂടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ കാണും. 40 ദിവസം കൊണ്ട് അവൻ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പലരും നോക്കി നിൽക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ബാലൻ, പാരമ്പര്യമില്ലാത്തൊരു ബാലൻ, ഒരു 5 അടി പൊക്കമുള്ളവൻ, കോമള രൂപിയായവൻ, അവന്റെ കയ്യിൽ വാളില്ല, അവന്റെ കയ്യിൽ അസ്ത്രങ്ങളില്ല, അവന്റെ കയ്യിൽ സ്തുതിയാണുള്ളത്, അവന്റെ കയ്യിൽ ആരാധനയാണുള്ളത്, അവന്റെ കൂടെ
അഭിഷേകം വെറുതെ പ്രാപിച്ചതല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം 7 പേരെ വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങി പ്രവാചകന്റെ മുമ്പിൽ നിർത്തിയിട്ട്, ഇതാ ഞങ്ങളുടെ മക്കൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 8-മനും മറന്നു കളഞ്ഞു. ചാവാൻ വേണ്ടി കാട്ടിനകത്ത് മനഃപൂർവ്വമായി കൊച്ചു മകനെ ആടിനെ മേയ്ക്കാൻ കൊടുങ്കാടിനകത്ത് കരടിയും സിംഹവും ഉള്ള കൊടുങ്കാട്ടിനകത്ത് അയച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിലും വേറെ ചരിത്രങ്ങളുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 7 പേരുടെ അമ്മയല്ലെന്ന് അവർ ചരിത്രം പറയുന്നത്. ദാവീദിൻ്റെ അമ്മ, അത് രാജ കൊട്ടാരത്തിനകത്ത് നിന്ന് വന്ന ഒരു സ്ത്രീയിലുണ്ടായത്. അവൻ അതാ പറഞ്ഞ ദാവീദ് എന്ന് പറയുന്നതിൻ്റെ ജീനെ വേറെ ലെവലാണ്. പ്രൈസ്. നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നീ ഏത് കുലത്തിൽ, ഏത് കുടുംബത്തിൽ, ഏത് അപ്പനും അമ്മയ്ക്കും ഉണ്ടാകണമെന്ന് ദൈവം തീരുമാനിച്ചു കഴിയും. ഹല്ലേലൂയ. 7 എണ്ണം 6 അടി 7 അടി 8 അടി പൊക്കം ഉണ്ടെങ്കിലും മാനസിക രോഗികൾ, ഒറ്റണത്തിന് ബുദ്ധിയില്ല, പൊക്കമേ ഉള്ളൂ, തടിയേ ഉള്ളൂ, ബോധമില്ല. ഇവന് വലിയ സൈസൊന്നും ഇല്ലെങ്കിലും അവന് താഴ്മയും സൗമ്യതയൊക്കെ ഉള്ളവനാ, ദൈവഭയം ഉള്ളവനാ. അപ്പനും അമ്മയും കൂടെ നിൽക്കേണ്ടവരും ഓർക്കേണ്ടവർ നിന്നെ ഓർക്കാതെ റിജക്റ്റ് ചെയ്യുമ്പോൾ നീ പറയും, അവരെന്നെ ഓർത്തില്ലല്ലോ, എന്നാലും അവരെന്നെ മറന്നല്ല. അപ്പ എന്നെ മറന്നല്ലോ, അമ്മ എന്നെ മറന്നല്ലോ, ഞാനും നിങ്ങളുടെ മകനല്ലേ മകളല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു കാണും. ഞാനും നിങ്ങളുടെ വയറ്റിൽ ഉണ്ടായതല്ലേ എന്നൊക്കെ ഒരുപക്ഷെ നീ ചോദിച്ച ചരിത്രം നിൻ്റെ ലൈഫിൽ ഉണ്ടാകാം. എന്നാൽ ഇന്ന് പറയുന്നു, ഒരു ബോംബ് ഹിരോഷിമയിലും നാഗസാക്കിയിലും വന്നപ്പോൾ മനുഷ്യൻ വേപ്പറൈസായി പോയി, അതുപോലെ അലിഞ്ഞുപോയി അന്തരീക്ഷത്തിൽ. അവൻ്റെ ബോഡി, അവൻ്റെ അസ്ഥി മജ്ജ മാംസാദികളെല്ലാം കൂടെ നീരാവി പോലെ ആയിപ്പോയെന്ന് പറയുന്നത്. പക്ഷെ അതൊരു പ്രശ്നം, അവൻ വേദന പോലും അറിഞ്ഞില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ലൈഫിൽ മരണം വരെ സൈനൈഡ് കഴിച്ചതിനേക്കാൾ ഭയങ്കരമായ പെയിനുള്ള ഒരു സംഭവമാണ്. കൂടെ നിൽക്കുന്നവർ, നിന്റെ അപ്പൻ നിന്നെ തിരസ്കരിച്ചാൽ, നിന്റെ അമ്മ നിന്നെ മറന്നാൽ, നിന്റെ കൂട്ടു സഹോദരങ്ങൾ നിന്നെ മറന്നാൽ, അതൊരു തിരസ്കരണമാണ്. ആ തിരസ്കരണത്തിന്റെ വേദന എന്ന് പറയുന്നത് ഒരു ആസിഡ് കുടിച്ചതിനേക്കാൾ ഭയങ്കരമാണ്. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, ഹല്ലേലൂയ. തിരസ്കരിച്ചവന്റെ മുമ്പിൽ വെച്ച് എന്റെ ദൈവം ദാവീദിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. 7 എണ്ണവും കൂടെ വന്ന് നിരന്ന് തന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് പന്തി അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കി, ഇലയിട്ട് സാമ്പാറും വിളമ്പി, ചോറും വിളമ്പി, പായസവും എടുത്ത് വിളമ്പിയപ്പോൾ ശമൂവേൽ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ തന്നെ കഴിച്ചോണ്ട് ഇവിടെ ഇരുന്നോ, പക്ഷെ വിളിയുള്ളവൻ വന്നാലേ ഞാൻ കഴിക്കൂ. ദൈവം തെരഞ്ഞെടുത്ത ഒരുത്തൻ ഇവിടെ ഉണ്ട്. നീ മറന്നു, പക്ഷേ നീ തിരസ്കരിച്ച നിന്റെ മുമ്പിൽ വെച്ച് ഞാനിത് അവനെ അഭിഷേകം ചെയ്യാൻ പോവുക. ഇന്ന് പകൽ അങ്ങനെ ചില അഭിഷേകം. ഹല്ലേലൂയ. നിന്നെ തള്ളി പറഞ്ഞവരുടെ മുമ്പിൽ, നിന്നെ തള്ളി കളഞ്ഞവന്റെ മുമ്പിൽ, നിന്നെ തിരസ്കരിച്ചവന്റെ മുമ്പിൽ എന്റെ ദൈവം നിന്നെ ഒരു പുതിയ അഭിഷേകത്താൽ, നിന്നെ ഒരു ഓണറിംഗ് രാജകീയ അഭിഷേകത്താൽ, സാധാരണ അഭിഷേകമല്ല, രാജകീയ അഭിഷേകം. ഹല്ലേലൂയ. ഈ രാജകീയ അഭിഷേകം വേണമെന്നൊന്നും നിങ്ങൾ പ്രാർത്ഥിച്ചു കളയരുത്. എനിക്ക് രാജകീയ അഭിഷേകം വേണം, എനിക്ക് മരിച്ചവരെ എഴുന്നേൽപ്പിക്കണം, എനിക്ക് ഊമരും ചെകടരും കുരുടരും, എനിക്ക് വികലാംഗരെയൊക്കെ സൗഖ്യമാക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നീ ഒന്ന് ഓർക്കണം, ഒരു വലിയ തിരസ്കരണം നീ അനുഭവിക്കേണ്ടി വരും. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിനനുസരിച്ചാണ് നിന്റെ പ്രതികൂലം വരുന്നത്. ഹല്ലേലൂയ. അതുവരെ ആരും അവനെ തിരസ്കരിച്ചിട്ടില്ല, അതുവരെ ആരും അവനെ അവഗണിച്ചിട്ടില്ല, അപമാനിച്ചിട്ടില്ല. അന്ന് വരെ ഒരു കരടി അവന്റെ മുമ്പിൽ വന്നില്ല, അന്ന് വരെ ഒരു സിംഹം അവന്റെ മുമ്പിൽ വന്നില്ല, അന്ന് വരെ യുദ്ധമുഖത്ത് അവൻ പോകേണ്ടി വന്നില്ല, അന്ന് വരെ ഒരു ഗോലിയാത്ത് അവന്റെ ഫ്രണ്ട് വന്നില്ല, അന്ന് വരെ ശൗലിനെ അവൻ അറിയത്തില്ല, അന്ന് വരെ അവന്റെ അപ്പനും അമ്മയ്ക്കും അവനോട് ഒരു വിരോധവും ഇല്ല, പകയുമില്ല, അന്ന് വരെ അവന്റെ കൂട്ടു സഹോദരങ്ങൾക്ക് അവനോട് ഒരു വിഷമവും ഇല്ല. പക്ഷേ ശമൂവേൽ വന്ന് അവന്റെ തല പിടിച്ച് അഭിഷേകം ചെയ്തപ്പോൾ അവന്റെ അകത്ത് രാജകീയ അഭിഷേകം മാത്രമല്ല വന്നത്, അവന്റെ ചുറ്റുപാടുമുള്ള സകലരും അവന് എതിരാവുകയാണ്. ഒരു അഭിഷേകം ചുമ്മയല്ല ഒരാളൊന്ന് നിന്റെ തലേ കൈവയ്ക്കുന്നത്. കൊമ്പിൽ തൈലവുമായിട്ട് വന്നതാ ഒരാൾ നിൽക്കുന്നു. ദാവീദ് ഹൃദയം കൊണ്ട് തുള്ളി ചാടി
പൊട്ടിക്കരഞ്ഞ് നമ്മൾ അഭിഷേകം അരുണൊക്കെ കണ്ടില്ല, അഭിഷേകം വന്നപ്പോൾ അഭിഷേകത്തിൽ ആത്മനിറവിൽ അടിച്ച പീസായി. പ്രൈസ് ദി ലോർഡ്. ആ സന്തോഷം ഒരു ദൂതും പ്രവാചകന്മാർ വന്ന് പ്രവചിച്ച് ലോക രാജ്യങ്ങൾ ദ്വീപുകൾ നിന്നെ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിന്റെ ഉള്ളിൽ വന്ന സന്തോഷത്തിൽ നീ കസേര അടിച്ചു പൊട്ടിക്കും. വെളിപ്പാടുള്ള എക്സ്പീരിയൻസ് ഉള്ള പ്രവാചകന്മാർ അഭിഷിക്തന്മാരും അവന്ന് ഗൂഢമായി ചിരിക്കും. പാവ ഇനി അനുഭവിക്കാൻ പോണ വേദന പെറ്റ അമ്മ സഹിക്കത്തില്ല എന്ന് പറയും. നിന്റെ അകത്ത് ഒഴിച്ച അനോയിന്റിങ്ങിനകത്ത് രാജകീയ അഭിഷേകം മാത്രമല്ല ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനകത്ത് വേറൊന്നും ഉണ്ട്. ഈ അഭിഷേകം വന്ന നിമിഷം മുതൽ ഒരു വ്യക്തിയല്ല, രാജ്യം മുഴുവൻ നിനക്കെതിരാവും. പക്ഷേ എതിരായി എത്ര വലിയ രാജ്യവും എത്ര വലിയ ശത്രുവും എത്ര വലിയനും കൂടപ്പറപ്പുകളും സ്വന്തം മക്കൾ വരെ, ഹല്ലേലൂയ, ദാവീദിന്റെ ഭാര്യ അടക്കമുള്ളവർക്കെതിരായപ്പോൾ ദാവീദിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എതിരായവരൊന്നിന്റെയും പേര് വംശാവലിയിലില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എതിരായി, എല്ലാം ചത്ത് മലച്ചു. ഒറ്റ എണ്ണത്തിന്റെ മരണം കറക്റ്റ് അല്ലായിരുന്നു. ഒറ്റ എണ്ണം നന്നായിട്ടല്ല ചത്തതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ ദാവീദിന്റെ കല്ലറ ഇപ്പോഴവിടെ ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു മാർക്കോസിന്റെ മാളിക മുറിയുണ്ട്. ദൈവം ദാവീദിനെ അവന്റെ സന്തതിയെ മറന്നില്ല. ദൈവം മറക്കുന്നവനല്ല. അതുപോലെ ദാവീദിനെ ഉപദ്രവിച്ചവനെയും ദൈവം മറന്നില്ല. ഓരോന്നിനെ ലിസ്റ്റ് എണ്ണി 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 തീർത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത. ഡേഞ്ചറസ് ആയിട്ടുള്ള അനോയിന്റിംഗ്, എമർജൻസി ആയിട്ടൊരു അഭിഷേകം ഇന്ന് പകൽ നിന്റെ അകത്ത് വീഴുമ്പോൾ നീ ഓർക്കണം, ഒരു രാജ്യം നിനക്കെതിരായി വന്നാലും ഒരു മനുഷ്യ കൂട്ടം നിനക്കെതിരായി വന്നാലും ലോകത്തൊരു മനുഷ്യനും ജീവകാലത്ത് നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം രാജകീയ അഭിഷേകമാണ്. തിരസ്കരിച്ചവരുടെ നടുവിൽ, തള്ളിപ്പറഞ്ഞവന്റെ നടുവിൽ, പരിഹസിച്ചവന്റെ നടുവിൽ, അപമാനിച്ചവന്റെ നടുവിൽ ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഓണർ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാറ്റി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നീ കൂട്ടത്തിൽ കൂടാനുള്ളവനല്ല, നീ ഒരു സെപ്പറേറ്റഡ് മാൻ ആണ്. യു ആർ എ സെഗ്രിഗേറ്റഡ് മാൻ. നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. പറഞ്ഞോ, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. നിന്റെ കുടുംബത്തിൽ നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. അഭിഷേകമുള്ള നീ ഒറ്റപ്പെടാം. അഭിഷേകമുള്ളവൻ ഒറ്റപ്പെടും. അഭിഷേകമുള്ളവൻ ഒറ്റപ്പെടും. അഭിഷേകമുള്ളവൻ, വ്യത്യസ്തമായ അനോയിന്റിംഗ് ഉള്ളവൻ ഒറ്റപ്പെടും. രാജകീയ അഭിഷേകമുള്ളവൻ ഒറ്റപ്പെടാം. നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ദേശത്തിൽ ഈ ദൈവത്തിന്റെ നാമത്തെ എടുത്തത് കൊണ്ട് മാത്രം നീ ഒറ്റപ്പെട്ടു വന്നിരിക്കാം. പക്ഷേ നീ ഭയപ്പെടണ്ട. കാട്ടിനകത്ത് സിംഹം ഒറ്റപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജീസസ്. നീ ഭൂമിയിൽ ഒറ്റപ്പെട്ടവനാണെന്ന് തോന്നാം, എന്നാൽ മുഴുവൻ സ്വർഗം നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകം വന്ന് വീണതും സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അസൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യമില്ല അസൂയ. അവനെ കാണുമ്പോൾ ഇവ അഹങ്കാരി, നികളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവൻ അഹങ്കാരം പിടിച്ചവൻ, ഇവൻ നികളം പിടിച്ചവൻ. അവൻ്റെ നടപ്പ് കണ്ടില്ലേ? ഫുഡും കൊണ്ട് ചെന്ന ഇവനൊക്കെ 40 ദിവസം കൊണ്ട് ഗോലിയാത്തിനെ പേടിച്ച് അവൻ്റെ ചങ്ക് പറഞ്ഞ് നിൽക്കുന്ന യവന്മാർക്ക് തിന്നാൻ വേണ്ടി വീട്ടിലുണ്ടാക്കിയ ഫുഡും കൊണ്ട് അപ്പൻ പറഞ്ഞയച്ചതാ യുദ്ധകളത്തിൽ. അപ്പോൾ അപ്പം കൊണ്ടുവന്നവൻ, തിന്നാൻ വേണ്ടി കൊണ്ടുവന്നവൻ്റെ നടപ്പും ഇരിപ്പും അവൻ്റെ അഭിഷേകം കാരണം ഈ ആത്മനിറവുള്ളവനെ കണ്ട പിശാചുള്ളവർ പിടിക്കത്തില്ല. ഭൂതമുള്ള യവന്മാരെ കൂടെ പറയും, അവൻ നികളം അഹങ്കാരം പിടിച്ചെന്താ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവൻ അവിടെ നിന്ന് ആ പടക്കളത്തിൽ ഇത് എത്ര ദിവസമായി ഇയാൾ ഈ ഗോലിയാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇവൻ ഞാൻ ചോദിക്കുക, എത്ര ദിവസമായി? ഇവൻ്റെ ഉള്ളിൽ അഭിഷേകം വന്നതുകൊണ്ട് ശത്രുവിനെ കണ്ട, പിശാച് പിടിച്ചവനെ കണ്ട ഇവന് മിണ്ടാതിരിക്കാൻ പറ്റും. ഇവനെ ശാസിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോലിയാത്തിനെ കണ്ടപ്പോഴേ വെളിപ്പാടുള്ള ദാവീദിന് മനസ്സിലായി, ഫിലിസ്തീയ ശക്തി, ദുരാത്മാവ് അവന്റെ അകത്ത് കയറിയിരിക്കുന്നു. യവൻ ദൈവത്തിന്റെ ജനത്തെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ദുർവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മണ്ടന്മാരെല്ലാം കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ.
40 ദിവസം കൊണ്ട് ഗോലിയാത്ത് എന്ന് പറയുന്ന ദുഷ്ട പിശാച് പിടിച്ചവൻ ഇസ്രായേലിലെ സകല അഭിഷിക്ത ദാസന്മാരെയും ദൈവം തിരഞ്ഞെടുത്ത ശൗലിനെ വരെ പച്ചയ്ക്ക് അപമാനിച്ച് നിന്ദിച്ച് അവന്റെ അപ്പനെ വിളിച്ചോണ്ടിരിക്കുക. ഷണ്ടന്മാരെല്ലാം ആയുധങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ മിണ്ടാതിരിക്കുക. കാരണം പേടി, അവനെ തട്ടിക്കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പയ്യൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ അവനെ വെട്ടാം. തൻ്റെ ഇടം അതുവരെ ഉണ്ടായില്ല. ഈ അഭിഷേകത്തിന് മുമ്പാണ് ഗോലിയാത്തിനെ കണ്ടിരുന്നെങ്കിൽ ദാവീദ് അപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയനെ, പേടിച്ച്. പക്ഷെ അഭിഷേകം വന്നപ്പോൾ ഭയങ്കര പവർ, ധൈര്യം. പ്രൈസ്. ഞാൻ അവനോട് ചോദിക്കാം, ഈ ഫെലിസ്ത്യൻ അഗ്രചർമ്മയായ യവന് ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളോട് സംസാരിക്കാൻ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ അഭിഷേകമുള്ള ദൈവം തിരഞ്ഞെടുത്ത ദൈവജനത്തിനെ ദുഷിക്കാൻ ഇവൻ ആരധികാരം കൊടുത്തു? അതാണ് ആത്മനിറവുള്ളവന്റെ പ്രത്യേകത. അഭിഷേകം നഷ്ടപ്പെട്ടവൻ നിന്ദിക്കുന്നത് കേട്ടുകൊണ്ട് ചിരിക്കുമ്പോൾ അഭിഷേകമുള്ളവൻ പറയുകയാണ്, ദൈവത്തിന്റെ ജനത്തെ ദുർവർത്തമാനം പറയാൻ ഇവൻ ആരാണ്? കണ്ടോ, മനസ്സിലായോ? അഭിഷേകം ഉള്ളവനും ഇല്ലാത്തവൻ തമ്മിലുള്ള. അഭിഷേകം ഉള്ളവൻ 40,000 പേര് 50,000 പേര് പടക്കളത്തിൽ നിൽക്കുന്നു. യവന്മാരെല്ലാം യഹോവയുടെ നാമത്തിൽ അറിയപ്പെടുന്നവരും ദൈവം തിരഞ്ഞെടുത്തവരെന്ന് പറയുന്നവരുമാണ്. പക്ഷെ ആത്മാവ് നഷ്ടപ്പെട്ടിരുന്ന ആളുകളായി ദുരാത്മാവ് കയറിയിരിക്കുക. ഇവരെല്ലാം 40 ദിവസം കൊണ്ട് ഈ ഫലസ്തീൻ പറയുന്ന ദൈവത്തെ ദുഷിക്കുന്നതും ദൈവത്തിന്റെ മക്കളെ മുഴുവൻ ദുഷിക്കുന്നതും ഈ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലടക്കമുള്ളവർ കേട്ടോണ്ടുണ്ടായിരിക്കുക. പക്ഷെ അകത്ത് തീയുള്ളവൻ വന്നിട്ട് പറയാണ്, ഇവൻ ആരാ? ദൈവജനത്തെ ദുഷിക്കാൻ ഇവൻ ആരാ? ദൈവജനത്തെ ദുഷിക്കാൻ ഇവൻ ആരാണ്? ദൈവത്തെ ദുഷിക്കാൻ അവൻ ആരാണ്? ഇതാണ് അഭിഷേകമുള്ളവന്റെ ചോദ്യം. ഇതാ ദൈവം രാജാവാക്കി അവനെ മാറ്റിയത്. ക്വാളിറ്റി ഉള്ളവനെ ഉയർന്നു വരൂ, ക്വാണ്ടിറ്റി ഉള്ളവനെ ഉയർന്നു വരൂ. അതാ പിടികിരി ഉള്ളവനെ ദൈവം പുറത്തു കൊണ്ടുവരൂ, ആണത്തുള്ളവനെ പുറത്തു കൊണ്ടുവരുള്ളൂ. അല്ലാതെ ദൈവത്തെ ദുഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ദുഷിക്കുമ്പോൾ കേട്ട് നിൽക്കുന്ന തലവുലുക്കി ചിരിക്കുന്നവനും കുടുംബവും തലമുറകളും പുറത്തു വരുമെന്ന വ്യാമോഹം മാത്രമാണ്. 1000 പ്രവാചകന്മാർ വന്നിട്ട് തലയെ കഴിച്ച് തൂ പറഞ്ഞാലും പിന്നെ അരിയാട്ടുന്ന ഇതുപോലെ ഇരിക്കും. പക്ഷേ നീ അവിടെ കിടക്കേ ഉള്ളൂ കുഴിയിൽ. നിന്റെ ലൈഫിൽ നന്മ നീ കാണത്തില്ല. എഴുതി വെച്ചോ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എഴുന്നേറ്റ ദാവീദ് പറയുക, ദൈവത്തെ ദുഷിക്കുന്ന ഇവനാർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജീസസ് നെയിം. ദൈവത്തെ എഴുന്നേറ്റ് അങ്ങോട്ട്, ഹല്ലേലൂയ സ്തോത്രം. ദാവീദ് അങ്ങോട്ട് എഴുന്നേറ്റു. എഴുന്നേറ്റിപ്പോ ശൗല് പറഞ്ഞു, നിന്റെ ആയുധം, അയ്യോ നിനക്ക് ആയുധം ഇല്ലല്ലോ, നിനക്ക് ഞാനൊരു ആയുധം തരാം, എൻ്റെ ആയുധം നീ വെച്ചോ. ഇവ വെള്ളം അടിക്കുന്ന ആൾക്കാരെ പോലെ നടക്കുക ഈ ആയുധം പിടിച്ചപ്പോൾ. കാരണം നിനക്ക് യോജിക്കാത്ത ഒരായുധവും കണ്ടവൻ്റെ നീ വാങ്ങിക്കരുത്. നിന്നെ വിളിച്ചപ്പോഴേ ദൈവം നിനക്ക് ചില കൃപ തന്നിട്ടുണ്ട്. നീ കണ്ടവന്റെ കൃപയൊന്നും നീ പ്രാപിക്കാൻ പോകണ്ട. ഹല്ലേലൂയ. ശൗലിന് കൊടുത്ത ഒരു ആയുധം നിനക്ക് പറ്റത്തില്ല. ശൗലിന്റെ പടച്ചിട്ട നിനക്ക് പറ്റത്തില്ല. അത് അഭിഷേകം പോയവൻ്റെതാണ്, അഭിഷേകം നഷ്ടപ്പെട്ടവൻ്റെതാണ്, ദുരാത്മാവ് കയറിയവൻ്റെയാണ്. അവന്റെ വാള് നിനക്ക് പറ്റത്തില്ല, അവന്റെ കൃപ നിനക്ക് പറ്റത്തില്ല, അവന്റെ പടച്ചട്ട നിനക്ക് യോജിക്കത്തില്ല. അഭിഷേകം നഷ്ടപ്പെട്ടവന്റെ ഒന്നും വാങ്ങിക്കാൻ നിൽക്കരുത്. ദാവീദ് പറയും, അയ്യോ ഈ പടച്ചട്ട ഇട്ടുകൊണ്ട് എന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈ വാളും കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് എന്റേതല്ല, ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. എന്നെ വിളിച്ച വിളിക്കനുസരിച്ചേ ഞാൻ നിൽക്കത്തുള്ളൂ. പ്രൈസ്. എനിക്ക് മറ്റൊരാളാകാൻ പറ്റത്തില്ല, എനിക്ക് മറ്റൊരു അഭിഷേകമുള്ളവനെ പോലെ ആകാൻ പറ്റത്തില്ല, മറ്റൊരു ശുശ്രൂഷകനാകാൻ എനിക്ക് പറ്റത്തില്ല, മറ്റൊരാളിനെ ഭയപ്പെട്ട് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ദൈവത്തിനെ ദുഷിക്കുന്നവന്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് ദൈവത്തിന്റെ ദൂഷണം കേട്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ അകത്ത് വ്യാപരിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. അഭിഷേകം നഷ്ടപ്പെട്ടവൻ ഇതെല്ലാം കേട്ട് നിൽക്കാം, പക്ഷെ അഭിഷേകമുള്ളവൻ പ്രതികരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകമുള്ളവന് ദൈവദൂഷണം കേട്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ലക്ഷക്കണക്കിന് ആയിരങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. അവർ ദൈവത്തിന്റെ മക്കളാണ്, വാഗ്ദത്ത സന്തതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അഭിഷേകമുള്ളവനെ ബോധം ഉണ്ടാവും, സുബോധം ഉണ്ടാവും. അവൻ തലകുലുക്കി ചിരിച്ച് കൈ കൊടുത്ത് ഹല്ലേലൂയ. ആരെയും നമുക്ക് പിണക്കണ്ട.
ഗോലിയാത്തിനെ പിണക്കിയപ്പോൾ തല പോകുന്നുള്ള പേടിയുണ്ട്. പേടിച്ച് ഷണ്ടന്മാർ ശിഖണ്ഡികളുമായ ആൾക്കാർ ഗോലിയാത്ത് പറഞ്ഞതും കേട്ട് 40 ദിവസം കൊണ്ട് വായും തുറന്ന് അവിടെ നിൽക്കുക, വായു ഭക്ഷണം കഴിച്ചുകൊണ്ട്. തന്തയ്ക്ക് പറഞ്ഞ ഒരുത്തൻ വന്നു അവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ, ആത്മനിറവുള്ളവൻ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. വാളും പരിചയമൊന്നും വേണ്ട. ഈ നായെ കൊല്ലാൻ എന്തിനാ വാള്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിനെ ദുഷിക്കുന്ന, ദൈവത്തിന്റെ മക്കളെ പബ്ലിക്കിൽ അപമാനിക്കുന്ന ഈ നായെ കൊല്ലാൻ എനിക്കെന്തിനാ ആയുധം? പ്രൈസ് ദി ലോർഡ്. 5 കല്ലെന്റെ കയ്യിലോട്ട് എടുത്തു. ദാവീദ് പറഞ്ഞു, കുനിഞ്ഞൊരു കല്ലെടുത്തു. അപ്പൊ അവൻ പറയും, എടാ എന്നെ ഞാൻ നായാണോ എന്നെ എറിഞ്ഞു കൊല്ലാൻ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ ദുഷിക്കുന്നവന്റെ പേരാണ് നായ. ദൈവദൂഷണം പറയുന്നവന്റെ പേരാ നായ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനെ ഒരിക്കലും വാളുകൊണ്ടല്ല കൊല്ലേണ്ടത്, അവനെ കല്ലെറിഞ്ഞാണ് കൊല്ലേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒറ്റ എറി. ആ കല്ല് ഒറ്റ എറി. 5 കല്ല് എറിയുന്നില്ല, 1 കല്ല് എറിഞ്ഞുള്ളൂ. ഒറ്റ എറിക്ക് താഴോട്ട് ബേക്കിലോട്ട് മറിഞ്ഞു വീഴേണ്ടവനാ. പക്ഷെ ബേക്കിലോട്ടല്ല മറിഞ്ഞ ശാസ്ത്രം അവിടെ തോറ്റു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ എറി. ബേക്കിലോട്ട് വീഴേണ്ടവൻ കമണ്ണതാ വീഴുകയാണ്. കർത്താവിന്റെ അഭിഷിക്തന്റെ മുമ്പിൽ കമണ്ണ് വീണ് തന്റെ വാള് തെറിച്ചു പോയപ്പോൾ ആ വാളെടുത്ത് അവന്റെ തലയെ വെട്ടിയെടുത്തെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന എത്ര വലിയ ശത്രുവാണെങ്കിലും ഇന്ന് പകൽ അഭിഷേകമുള്ള നീ ഹല്ലേലൂയ സ്തുതി എന്ന മേലണ്ടി അണിഞ്ഞ് സ്തുതി എന്ന അഭിഷേകത്താൽ അഗ്നിയാൽ നിറഞ്ഞ് ചാടി എഴുന്നേറ്റ് ആരാധിക്കുമ്പോൾ ഇതിനകത്ത് വന്നിരുന്ന ആരും അറിയാതെ ഹല്ലേലൂയ ആരാധിക്കുന്ന നിന്നെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് പകല് ശത്രുവിന്റെ പ്ലാനും പദ്ധതികളും അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നിൽക്കുന്ന നിന്നെ ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നതിൽ ആയുധങ്ങളെ ഇന്ന് പകൽ വെട്ടി ദൂരെ കളഞ്ഞ് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ, ജീസസ് നെയിം, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് പറയുക, ശത്രുവിന്റെ വീഴ്ച നടക്കാൻ പോവുക. ഹല്ലേലൂയ. എന്നേക്കുമായി കൂടെയുള്ള ഒരുത്തം വീണതയുള്ള എല്ലാം ഓടിക്കളഞ്ഞു. കാരണം മറ്റതെല്ലാം പേടിത്തൊണ്ടന്മാരാ. ഏതെങ്കിലും ഒരുത്തം വന്ന് നിന്ന് വീരപരാക്രമം പറഞ്ഞ് ഹല്ലേലൂയ കുടവയറൊക്കെ കണ്ട് ചാടി ഇറങ്ങിയ ആൾക്കാരെ പാവം അവൻ വീണപ്പം മറ്റുള്ള എല്ലാം ഓടിക്കളഞ്ഞു. പിന്നെ യുദ്ധം ചെയ്യാനും ആരുമില്ല, വെട്ടാനും ആരുമില്ല, കൊല്ലാനും ആരുമില്ല, സംസാരിക്കാനും ആരുമില്ലാത്തൊരു ഗതിയായി. കാരണം ഒരുത്തം വീണതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ സൈന്യം മുഴുവനും ഓടിക്കളഞ്ഞു. അന്ന് വലിയൊരു ജയമുണ്ടായി. ആ ജയം കൊടുത്ത ദാവീദിനെ പറഞ്ഞു, 10,000 കൊന്നവൻ. ഒന്നിനെ കൊന്നതേ ഉള്ളൂ, പക്ഷേ 10,000 കൊന്നവൻ. ഹല്ലേലൂയ. ശൗലിനെ പറഞ്ഞ 1000 ഉള്ളൂ. ഒരു അസൂയ ഉണ്ടായി. ദൈവം പറഞ്ഞു, ദാവീദ് ഇവിടെ നിൽക്കണ്ട, അവൻ നിന്നെ കൊല്ലും, കുന്തമെറിഞ്ഞു കൊല്ലും. യവനെ കൊന്നവന് മറ്റവനെ കൊല്ലാൻ വലിയ വേറൊന്നുമില്ല. അതാണ് ദാവീദിന്റെ പ്രത്യേകത. നിങ്ങൾ നോക്കുക, നിങ്ങൾ ബ്ലെസ്സിങ്, അനുഗ്രഹം വരുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തിരിച്ച് പ്രതികരിച്ചല്ല. ഹല്ലേലൂയ. വേണമെങ്കിൽ ദാവീദിനെ എഴുന്നേറ്റ് കാല് ഉടക്കി അടിക്കാന്നുള്ളതേ ഉള്ളൂ. ഈ ശൗലിനെ 2 കാലിൽ പിടിച്ച് നിലത്തടിക്കാന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗോലിയാത്തിന് കൊന്നവനാണോ ഈ ശൗലിന്റെ കേസ്? രാജകീയ അഭിഷേകം വന്നു. ദാവീദിന് റൈറ്റ് ഉണ്ട് ഈ രാജ്യം പിടിച്ചെടുക്കാൻ. പക്ഷെ ദാവീദ് ചെയ്തില്ല. അതാണ് ദാവീദിന്റെ ക്വാളിറ്റി. അതാണ് പിടിഗിരി എന്ന് പറയുന്നത്. ക്വാളിറ്റി ഉള്ള, സ്റ്റാൻഡേർഡുള്ള, തന്തയ്ക്ക് പറഞ്ഞെന്നൊക്കെ പറയുന്നത്. നല്ല കുടുംബത്തിൽ ജനിക്കണമെന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര ജീനിന്റെ പ്രത്യേകതയാണ്. അവൻ സ്റ്റാൻഡേർഡ് ഉള്ളവൻ. അവനൊന്നും കവർന്നെടുക്കുക, അടിച്ചു പിടിച്ച് എടുക്കുന്നവനല്ല. അവൻ ദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ല. അവൻ ദൈവത്തെ ഭയമുള്ളവരാണ്. സ്റ്റാൻഡേർഡുള്ള അവൻ്റെ സ്റ്റാൻഡേർഡ് കാണിച്ചു. ഇവരുടെ സ്റ്റാൻഡേർഡ് അവൻ കാണിച്ചില്ല. ശൗലിൻ്റെ സ്റ്റാൻഡേർഡ് കാണിച്ചു. കുന്തം കൊണ്ട് കുത്താൻ നടന്നു. അത് അവൻ്റെ സ്റ്റാൻഡേർഡ്. അവന് ഒന്നും മിണ്ടാൻ പോയില്ല, ഓടിക്കളഞ്ഞു മരുഭൂമിയിലോട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നേരെ മരുഭൂമിയിൽ. എനിക്ക് രാജ്യവും വേണ്ട, രാജാവും വേണ്ട, ഒന്നും വേണ്ട. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം സമയത്ത് ചെയ്തോളൂ. എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും? ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരോട് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ആരെയും വെട്ടണ്ട, എനിക്ക് ആരെയും കൊല്ലണ്ട, എനിക്ക് ആരുടെയും സ്ഥാനവും വേണ്ട, മാനവും വേണ്ട, എനിക്ക് സ്റ്റേജും വേണ്ട, എനിക്ക് മൈക്കും വേണ്ട എന്ന് പറയാൻ തന്റെ ഇടമുള്ള എത്ര പേരുണ്ട്? എന്നെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തക്ക സമയത്തിന് രാജാവാക്കാൻ ദൈവത്തിന് സാധിക്കും.
എനിക്ക് ആരോടും ഇടപെട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ബഹളമുണ്ടാക്കി കാപ്പിരികളെ പോലെ കറങ്ങി നടന്ന അപരാധവും അപവാദവും പറഞ്ഞ് ഹല്ലേലൂയ ദൂഷണവും പറഞ്ഞ് നടക്കേണ്ട സ്റ്റാൻഡേർഡ് എനിക്ക് ഇല്ല. ഞാൻ ദാ ഓടുകയാണ് മരുഭൂമിയിൽ. ദാവീദ് ഉടനെ എൻ്റെ കൂടെ എത്ര പേരുണ്ട്, എൻ്റെ പക്ഷത്തിലുള്ളവർ എത്ര പേരുണ്ട്, വാ നമുക്ക് ഇവനെതിരായിട്ട് എനിക്ക് എന്നെ ദൈവം അഭിഷേകം ചെയ്തതാ. പ്രൈസലോ ശമൂവേൽ അഭിഷേകം ചെയ്ത് രാജാവായിട്ട്. ഇനിയിപ്പം അവൻ്റെ അഭിഷേകം പോയി ശൗലിന് ദുരാത്മാവാ, അവനെ വെട്ടി കൊന്നിട്ട് നമുക്ക് ആ രാജ്യം പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞോ? അവൻ പറഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. അന്ന് മുതൽ പറഞ്ഞോ, ശൗലിൻ്റെ രാജ്യവും അവൻ്റെ അഭ്യാസവും അവൻ്റെ പരിപാടിയും പൂട്ടിയിട്ടല്ലാതെ ഞാൻ ഇനി ഉറങ്ങത്തില്ല എന്ന് ദാവീദ് പറഞ്ഞു. ഇനി അവനെ റെഡിയാക്കിയിട്ട് അവൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട് പറഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പിടികിരി എന്ന് പറയുന്ന സാധനം. ഹല്ലേലൂയ. അവനും ദൈവവുമായിട്ടൊരു ബന്ധമാണ്. അവൻ ദൈവത്തിൻ്റെ മകനാ. അവൻ്റെ മേൽ കിടക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്. അവൻ ആരെയും പൂട്ടാനും കെട്ടാനും കൊല്ലാനും നടന്നില്ല. അവൻ അവൻ്റെ കാര്യം നോക്കിപ്പോയി. അവൻ ദൈവത്തിൻ്റെ ആര് പറഞ്ഞില്ല, അവന് നേരെ മരുഭൂമിയിലോട്ട് പോയി. മരുഭൂമിയിൽ അവനെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ മരുഭൂമിയിൽ ദാവീദ് മരുഭൂമിയിൽ വെച്ച് എന്ത് ചെയ്യുന്നറിയാമോ? ഹൃദ്യമായിട്ട് ദൈവനോട് സംസാരിച്ചോണ്ട് അവിടെ വെച്ചാണ് അവൻ സങ്കീർത്തനം എഴുതിയത്. അവിടെ വെച്ചാണ് അവൻ കിന്നരം ഉണ്ടാക്കിയത്. അവിടെ വെച്ചാണ് പുതിയ മ്യൂസിക്കുകൾ കമ്പോസ് ചെയ്തത്. അവിടെ വെച്ചാണ് അവൻ ആയുധങ്ങൾ അഭ്യാസം പഠിക്കുന്നത്. അവിടെ വെച്ച് അവൻ പലരെയും പരിചയപ്പെടുകയാണ്. അത് 20 വർഷമാണ്. ആരോടും പിറുപിറുത്തില്ല. പലപ്പോഴും ശൗലിനെ കയ്യിൽ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ശൗല് വന്ന് കിഴങ്ങൻ മണ്ടൻ വന്ന് ബാക്കിൽ വന്ന് കുത്താൻ വന്നപ്പോൾ കണ്ട് ദാവീദ് ഒരു അങ്കി മാത്രം വെട്ടിയെടുത്തിട്ട് അങ്ങ് വെട്ടി. എന്നിട്ട് പോലും ദാവീദിന് ഭയങ്കര ഒരു വിഷമമായി. എന്നാലും ശൗലിൻ്റെ അങ്കി വെട്ടിയല്ലോ എന്ന് ഓർത്ത് ഭയങ്കര ഭാരമായി. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ദാവീദിനെ ദൈവം രാജാവാക്കാനുള്ള ക്വാളിറ്റി. അവൻ്റെ ശത്രുവിൻ്റെ പുറകെ നടന്നവനെ കൊല്ലാനും നശിപ്പിക്കാനും പോയില്ല. അതിന് പകരം അവൻ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ആ പ്രതികൂലത്തിൻ്റെ നടുവിലും ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മനിറവിൽ ആരാധിച്ച് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ ശത്രുക്കളുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും ശത്രുവിനെ അവന്റെ കയ്യിൽ കെട്ടിയിട്ടും പ്രൈസ് ദി ലോർഡ് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞ അവൻ അഭിഷിക്തനാണ്. ശൗല് അഭിഷേകം നഷ്ടപ്പെട്ടവനാണ്. എന്നിട്ട് ശൗല് പറഞ്ഞ അവൻ അഭിഷിക്തനാണ്. പ്രൈസ്. അതാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. ഇന്ന് പകൽ ഈ ക്വാളിറ്റിയൊക്കെ നിങ്ങളുടെ അകത്ത് വരാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചോ. നിന്റെ കുടുംബത്തിന്റെ സ്വഭാവം നീ കാണിക്കാതെ യേശുവിന്റെ കുടുംബത്തിനകത്ത് ദൈവരാജ്യത്തിനകത്ത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാജപുരോഹിത വർഗമാണെങ്കിൽ, നീ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ, നീ വന്ന ആ വേരിന്റെ സ്വഭാവം നീ കാണിക്കാതെ, നിന്റെ ജാതിക സ്വഭാവം നീ കാണിക്കാതെ, ഇന്ന് പകൽ യേശുവിന്റെ രക്തത്തിന്റെ സ്വഭാവം നീ കാണിക്കുക. അപ്പോൾ ഇത് നീ കേട്ട് പഠിച്ചു വെച്ചോ. ഈ വചനം കേട്ടിട്ട് വെളിയിലിറങ്ങി നിന്റെ ജാതി സ്വഭാവം കാണിക്കാതെ, ഇന്ന് പകൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ ജാതി മാറി രാജപുരോഹിത വർഗം. ഹല്ലേലൂയ. നീ രാജപുരോഹിത വർഗമാണ്. നിന്റെ ജാതി അതാണ് പുരോഹിത വർഗം. ഹല്ലേലൂയ. രാജപുരോഹിത വർഗം, വിശുദ്ധ ജാതി. എന്താണ് പറഞ്ഞാട്ടെ അങ്ങോട്ട്? നീ വിശുദ്ധ ജാതിയാ. നീ സ്പൈ വർക്കർ അല്ല, നീ CBI അല്ല, നീ ഡിറ്റക്റ്റീവ് അല്ല, നീ CI അല്ല, നീ റോയല്ല. നിന്നെക്കാളും റോയാ നമ്മള്. നിന്റെ ഇടപാട് തീരുന്ന റോയാണ് നമ്മൾ. പക്ഷേ നമ്മൾ വിടുന്ന ആത്മനിറവില. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ ചലിക്കുന്നത് അറിയാൻ നമുക്ക് ആളില്ലാത്തതുകൊണ്ടല്ല, നിന്നെ ചലിപ്പിക്കാതാക്കാനും നമുക്കറിയാം. നമ്മളെ പോലെയുള്ളവരൊക്കെ ഈ പരിപാടി ബൈബിളൊക്കെ വെച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബോധം കെട്ട് മരിക്കാനേ സമയം കാണുള്ളൂ പലർക്കും. പ്രൈസ് ദി ലോർഡ്. ഇത്ര ദുഷ്ടനായിരുന്നോ ഈ പുള്ളി എന്ന് മനസ്സിലാകും ചോദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വിളിച്ചൊരു കാലമുണ്ട് നമ്മുടെ ദേശത്തൊക്കെ, യോവൻ ഭയങ്കര ദുഷ്ടനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ അഭിഷേകം വന്നപ്പോൾ അതൊക്കെ അങ്ങ് മാറി. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം നമ്മളെ പുതിയതാക്കി ഒരു വിശുദ്ധ ജാതിയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. വിശുദ്ധ ജാതിയാക്കി മാറ്റുന്ന ഒരു അഭിഷേകം നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ഒരു വിശുദ്ധ ജാതിയാണ്. നീ ഒരു ഹോളിനെസ്. ഹല്ലേലൂയ. ഒരു ഹോളി. ഹല്ലേലൂയ. നീ ഒരു ഹോളി ആയിട്ടുള്ള ഒരു പേഴ്സണായി, ഒരു നീതിമാനായി, വിശുദ്ധനായി
ദൈവം നിന്നെ മാറ്റിയിരിക്കുക. Praise the Lord. Hallelujah. നിന്റെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ ഹോളിയായി മാനസാന്തരപ്പെട്ടു, മാനസാന്തരം വന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കൊക്കെ പണി തരുന്നവനെയും തലയൊക്കെ വെച്ച് അനുഗ്രഹിക്കാനുള്ള ഒരു ഹൈ റെവലേഷൻ നമുക്കുണ്ടാകും. നമ്മുടെ കൈ ഫ്രണ്ടി വന്ന് കൈ തന്ന് ചിരിച്ച് പാവം പോലെ നന്നായിട്ടിന്റെ പണി തന്നിട്ട് വന്നിരിക്കുന്നവരാണെന്ന് നമ്മൾ അറിഞ്ഞെങ്കിലും അറിഞ്ഞിട്ടും നമ്മൾ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യവനാണോ മാസം, നമ്മളാണോ മാസം? Praise the Lord. Hallelujah. Hallelujah. ഈ പണി തരുന്നവനാണോ മാസ്? പണി തരുന്നവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ, ഞങ്ങളെപ്പോലുള്ള അഭിഷിക്തന്മാരുടെ അടുത്ത് വരുമ്പോൾ, ഞങ്ങൾ അവനെ എല്ലാം അറിഞ്ഞിട്ടും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നീ ചെയ്യാനുള്ളത് പെട്ടെന്ന് മോനെ ചെന്ന് ശരി എന്ന് പറഞ്ഞ് ബ്ലസ് ചെയ്യുന്ന നമ്മളാണോ? എടാ ലോകം പണ്ടാ. Praise the Lord. കാരണം നീ എത്ര ചെയ്ത എവിടെ എത്തുമെന്ന് നിന്റെ ഭാവി അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ദൈവം നമ്മളെ കൂടെ ഉണ്ട്. Praise the Lord. Hallelujah. നിന്റെ ഫ്യൂച്ചർ അറിയുന്ന ഒരു ദൈവം നമ്മളെ കൂടെ ഉണ്ട്. Praise the Lord. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. അത് ചെയ്യാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമ്മളോട് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ ആ ധൈര്യത്തിലാ. മാനുഷ്യ ശക്തിയിലല്ല, ഗുണ്ടകൾ കൂടെ ഉണ്ടെന്നുള്ള ശക്തിയിലല്ല, റൗഡികൾ കൂടെ ഉണ്ടെന്നുള്ള ശക്തിയിലല്ല, അല്ല പണത്തിന്റെ ബലത്തിലല്ല, യഹോവയുടെ നാമത്തിന്റെ ബലത്തിൽ. Praise the Lord. Hallelujah. നമ്മുടെ ബലം പണ്ട് ഇതിനും ഇതിന്റെ അപ്പുറമുള്ള ബലങ്ങൾ ഉണ്ടായിരുന്നു. ആ ബലത്തിന്റെ ആവശ്യം നമുക്ക് എപ്പോഴില്ല. നമ്മുടെ ബലം ദൈവത്തിന്റെ ബലമാണ്, യഹോവയുടെ നാമത്തിന്റെ ബലമാണ്. Praise the Lord. ദൈവത്തിന്റെ നാമം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഒരു മനുഷ്യനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. Praise the Lord. Hallelujah. സ്തോത്രം. ഇന്ന് പകൽ നിന്നെ ഭയപ്പെടാനാണ് അവർ പോകുന്നത്. പ്രാർത്ഥിക്കുന്നവൻ മുട്ടുമടക്കുമ്പോൾ ഹല്ലേലൂയ ശത്രുവിന്റെ കാര്യത്തിന് തീരുമാനമാകും. ഇന്ന് പകൽ ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് മരുഭൂമിയുടെ അവസ്ഥയാണ്. എല്ലാവരും എന്നെ കൈവിട്ടു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എല്ലാവരും എന്നെ തിരസ്കരിച്ചു. എന്നാലും കർത്താവ് പറയുക, ദൈവത്തിന്റെ ദാസൻ പറയുക, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഭാര്യയില്ല, എല്ലാവരും തിരസ്കരിച്ചപ്പോഴും ദാവീദ് കുലുങ്ങിയില്ല. കാരണം സിയോൻ പർവ്വതം പോലെ നീതിമാൻ കുലുങ്ങാതെ നിൽക്കും. Praise the Lord. Hallelujah. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ നിന്നെ കുലുക്കാൻ ആർക്കും പറ്റത്തില്ല. കുലുക്കാൻ പോണവരെല്ലാം കുലുങ്ങി തറ വീഴുന്നേ ഉള്ളൂ. Praise the Lord. Hallelujah. കാരണം നമ്മുടെ ലൈഫിൽ വരുന്നതിന്റെ ഒരു അംശം ഇവന്റെ ലൈഫിൽ വന്നാൽ തീർന്നു. അഭിഷേകമുള്ളവന് സഹിക്കാനുള്ള പവറുണ്ട്. അഭിഷേകം ഇല്ലാത്തവനെ അടുത്തൂടെ പോയാൽ അവൻ ചാവും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മനിറവുള്ളവന്റെ പ്രത്യേകത, ഇനി എത്ര വലിയ തീക്കകത്ത് കൊണ്ടിട്ടാലും, എത്ര വലിയ വെള്ളം വന്നാലും, ഏത് മരുഭൂമിയിലും നീ അതിനെ അതിജീവിച്ച് പുറത്തു വന്നിരിക്കും. ഏത് പത്മോസിനെ നീ അതിജീവിക്കും. അതാണ് അഭിഷേകം. പക്ഷെ അഭിഷേകമില്ല, ഭൂതവും പിശാചി പിടിച്ചെടുക്കുന്ന നിന്റെ കാര്യമോ ഒരംശം, ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ നീ പിന്നെ സൂയിസൈഡ് ചെയ്യണോ, എന്ത് ചെയ്യണോന്നറിയാം, നീ നാട് വിട്ട് ഓടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദ് വളരെ ഫ്രീ ആയിട്ട് പാട്ടും പാടി മരക്കൊമ്പിനൊക്കെ മുകളിൽ ചെന്നിരുന്ന് അവൻ പുതിയ പാട്ടുകൾ അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. ആ പാട്ടുകളാണ് നീ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരുഭൂമിക്കകത്ത് വെച്ച് സങ്കീർത്തനങ്ങൾ എഴുതി, മരുഭൂമിക്കകത്ത് വെച്ച് കിന്നരങ്ങൾ ഹല്ലേലൂയ വായിച്ചു, മരുഭൂമിക്കകത്ത് വെച്ച് ആയുധങ്ങൾ ഉണ്ടാക്കി, മരുഭൂമിക്കകത്ത് വെച്ച് പുതിയ ലിറിക്സുകൾ ഉണ്ടാക്കി, പുതിയ പാട്ടിന് കമ്പോസിങ് ഉണ്ടായി. അവൻ ഭയങ്കരമായി മാറി. അവന്റെ അകത്ത് ദൈവം ഇട്ട സകല കഴിവുകളും പുറത്തു വന്നത് മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ വെച്ച് ദൈവവുമായിട്ട് ആഴമേറിയ ഒരു ബന്ധമുണ്ടായി. ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ എല്ലാ നിലവാരങ്ങളും തിരസ്കരിക്കപ്പെടുമ്പോഴാണ് ദൈവമായിട്ടുള്ള ഭയങ്കര കണക്ഷൻ വരുന്നത്. നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വരും. ദൈവം നിന്നോട് സംസാരിക്കും. ദൈവ ശബ്ദം നീ കേൾക്കും. നീ അസാധാരണമായി തൻ്റെ ഇടവും ധൈര്യവും നിന്റെ അകത്ത് വരും. ലോകത്തൊരു മനുഷ്യനോ ശക്തിക്കോ ഒരു ഭൂതത്തിനോ ഒരു മനുഷ്യനോ നിന്നെ തൊടാൻ പറ്റാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം തൊടുന്നത് മരുഭൂമിയുടെ അവസ്ഥയിലാണ്. നിന്റെ മരുഭൂമിയുടെ അവസ്ഥയിലാണ് നീ ഒരു പുതിയ വ്യക്തിയായി മാറുന്നത്. Praise the Lord. Hallelujah. ദാവീദ് അതിനകത്ത് 20 വർഷം കടന്നു. പക്ഷെ 20 വർഷത്തിനകത്ത് ദാവീദിന്റെ ലൈഫിൽ ഒരു പ്രത്യേകത സംഭവിക്കുകയാണ്. 2 പേര് ദാവീദിനെ തിരിച്ചറിഞ്ഞു.
ഒന്ന് യോനാഥൻ. ആരാണ് യോനാഥൻ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോനാഥൻ ആരാ? ശൗലിൻ്റെ മകനാ. അപ്പൻ്റെ ഏതൊരു ക്വാളിറ്റിയും യോനാഥനില്ല. അപ്പൻ്റെ ഏതൊരു കുറവുകളും യോനാഥന് ഇല്ല. പ്രൈസ്. യോനാഥൻ വ്യത്യസ്തനാണ്. ചില മക്കളുണ്ട്, അവർ അപ്പനെ പോലെ തന്നെ എനിക്ക് അമ്മയും കണ്ടുപിടിക്കും. നമ്മൾ ചില ആരാധനകൾ വരുമ്പോൾ എനിക്കറിയാം, അഹങ്കാരം നിങ്ങളും പിടിച്ച് ഒരുത്തം വരുവാണ് നമ്മൾ ആരാധനയും. അവൻ വന്നു കഴിഞ്ഞാൽ ആരെയും മിണ്ടൂല, ചിരിക്കത്തില്ല, അവൻ തൊട്ടടുത്തിരിക്കുന്നവരില്ല, തിരുവത്താഴ ശുശ്രൂഷയിൽ കെട്ടിപ്പിടിക്കില്ല. അവൻ്റെ മോനും മക്കളും അത് തന്നെ, മോളും രണ്ടെണ്ണം അത് തന്നെ. അന്നും ഇന്നും അവരങ്ങനെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ചില ആൾക്കാരുണ്ട് അപ്പനും അമ്മയും പോലെ തന്നെയായിരിക്കും അവരുടെ ആ പെരുമാറ്റങ്ങൾ, പ്രവൃത്തികളെല്ലാം അവർ അതുപോലെ തന്നെ. പക്ഷെ ചില വ്യക്തികൾ അപ്പനും അമ്മയും പോലെ ആയിരിക്കത്തില്ല. യോനാഥൻ ശൗലിനെ പോലെ അല്ല. ശൗല് 21 ദിവസം ഫാസ്റ്റ് ചെയ്ത് യുദ്ധത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം യോനാഥൻ ചെന്ന് തേനെടുത്ത് തിന്ന് യുദ്ധം ചെയ്തവനാണ്. പ്രൈസ് ദി ലോർഡ്. ശൗല് കുന്തം കൊണ്ട് ഓടിക്കുകയാണ് ആരെ? അഭിഷേകമുള്ള ദാവീദിനെ. ഈ ദാവീദ് കിന്നരം വായിക്കുമ്പോഴാണ് ഭൂതം പോണത്. ഭൂതം വരുമ്പം ദാവീദിനെ വിളിക്കും, കിന്നരം വായിക്കുമ്പോൾ ഭൂതം മാറും. അത് കഴിയുമ്പോൾ അസൂയ പിടിച്ച് കുന്തം കൊണ്ടുപോകും. ഇതല്ലേ പലപ്പോഴും പലയിടങ്ങളിലും നടക്കുന്നത്. ആവശ്യം വരുമ്പോൾ മുട്ടുമുടക്കും, പാഷയെന്ന് വിളിക്കും, കൈവയ്ക്കും, പ്രാർത്ഥിക്കും, കെട്ടുപൊട്ടി ചാടി എഴുന്നേറ്റ ഉടനെ കുന്തം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും കുന്തം കൊണ്ട് കുത്താൻ പോയി, ചുവരിൽ ചേർത്ത് കുത്താൻ പോയി. ദാവീദിന് പതുക്കെ തട്ടി അവൻ്റെ പല്ലു അടിച്ചു റെഡിയാക്കി അവനെ എടുത്ത് കുന്തത്തിൽ കുത്തി നിർത്താമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ദാവീദ് വിചാരിക്കുന്ന അഭിഷേകം വേണ്ട, എന്നെ ദൈവം അതിനല്ല വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, ദൈവം എന്നെ അതിനല്ല വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ കുന്തം കൊണ്ട് നടക്കട്ടെ, കുന്തത്തിൽ തന്നെ അവൻ ചാവും. അപ്പോഴേ അവൻ്റെ ലൈഫിനെ ദൈവം വെച്ചു. ഇവൻ കുന്തം എടുത്ത നിമിഷം നിങ്ങൾ നോക്കണം, അവൻ കുന്തം കൊണ്ടാണ് നടന്നത്. ദാവീദിനെ കുത്തായി അവൻ മരിച്ചത് എങ്ങനെയാ? യവനെ അവൻ്റെ മോനെയും കൂടെ ഒറ്റ കുന്തത്തിൽ കയറ്റി നിർത്തി. അടുത്തിട്ട് പറഞ്ഞ, നീ ഏതായുധമാണ് അഭിഷിക്തനായിട്ട് എടുത്തത്, അതേ ആയുധം നിന്റെ മണ്ടേ കയറും. പറഞ്ഞോ? അടുത്ത ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കെതിരെ നീ ശ്രദ്ധിച്ചു, വളരെ സൂക്ഷിച്ചുകൊള്ളണം. നീ ഏത് ആയുധമാണോ ഇന്ന് എടുക്കുന്നത്, അതേ ആയുധം നിന്റെ കാര്യത്തിന് തീരുമാനമാക്കാൻ നിന്റെ തലമുറയ്ക്കും ആകാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോനാഥൻ അപ്പനെ പോലെ അല്ല. പക്ഷേ ഈ ശൗലിൻ്റെ കുന്തമെടുപ്പ് കാരണം സ്വന്തം മോനും തട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ കഷ്ടകാലത്ത് യോനാഥൻ വന്ന് ദാവീദിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ദാവീദേ, നീ അഭിഷിക്തനാ, നീ ഇന്നല്ലെങ്കിൽ നാളെ രാജാവാകും. എൻ്റെ അപ്പൻ ദുരാത്മാവുള്ളവനാ, പിശാച് പിടിച്ചവനാ, നീ അവനെ കൊല്ലാത്തതാണെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിന്നെ രാജാവാക്കുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വെളിപ്പാട് കേട്ടോ. പിശാചും ഭൂതം അകത്തിരിക്കുന്നവർക്ക് ഈ വെളിപ്പാട് ഉണ്ടാവില്ല. ഞാൻ ഇനിയല്ല, ഇനി എത്ര കൊടി കെട്ടി എന്നെ യേശു ക്രിസ്തു നേരിട്ട് വന്ന് നിന്റെ കഥയിലേക്ക് കഴിച്ച് പറഞ്ഞാലും ഇതിനകത്ത് 1-2 ഇരിപ്പുണ്ട്, ഇവരുടെ അകത്ത് ഇത് കയറൂലെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടോ. അത് ആരൊക്കെയാണെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി യേശു ക്രിസ്തു നേരിട്ട് വന്ന് നിന്നോട് സംസാരിച്ചാലും നീ ഗുണപ്പെടാൻ പോകുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ചില ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, എല്ലാവരോടുള്ള ദൂതുകളല്ല ഇത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യൂദ നന്നാവുന്ന പാർട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുമല്ലേ ഈ കർത്താവ് പറഞ്ഞ ഉമ്മം വെച്ചിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് ചെയ്യാനുള്ള ചെയ്യോ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോനാഥനും ശൗല് യോനാഥന്റെ അപ്പനാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, യോനാഥൻ ദാവീദിനെ കെട്ടിപ്പിടിച്ച് പറയാം, നീ എൻ്റെ കൂട്ടുകാരനാ, എനിക്കുള്ളതെല്ലാം നിനക്കും നിനക്കുള്ളതെല്ലാം എനിക്കും.